ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് നല്ല അടിപൊളി ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും കടലപ്പൊടിയും മാത്രം ഉപയോഗിച്ചാണ്. മഞ്ഞൾപ്പൊടി നല്ലവണ്ണം മൂപ്പിച്ചതിന് ശേഷം മുഖത്ത് പുരട്ടിയാൽ മുഖത്ത് അതിൻ്റെ അഴലോ കാന്തക്കോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്ന സാധനമാണ്. നമ്മൾ മൂപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല റിസൾട്ടാണ് കേട്ടോ. സൂപ്പർ റിസൾട്ടാണ്. നമ്മൾ നല്ലവണ്ണം മൂപ്പിച്ച് കടലപ്പൊടിയായിട്ട് ചേർത്ത് നമ്മൾ ഹണിയും തൈരും ഈ 3-4 ഐറ്റം ഇതെല്ലാം നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ അത് ചേർത്തിടുമ്പോൾ മുഖത്ത് നല്ല ഒരു ഗ്ലോയും കിട്ടുന്നുണ്ട്. മുഖത്തുള്ള എല്ലാ കറുത്ത പാടുകളും എല്ലാം ഇളപ്പി പോയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമില്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ കൂട്ടുകാരെയും പ്രത്യേക അന്വേഷണമാണ് അറിയിക്കുന്നത്. പിന്നെ അതുപോലെ അച്ചപ്പ ചേച്ചിക്ക് സുഖമാണെന്ന് വിശ്വസിക്കണം കേട്ടോ. ചേച്ചിയെ കുറേ ദിവസം കൊണ്ട് കാണാനില്ല, അതുകൊണ്ട് ചോദിക്കുന്നതാണ്. ചേച്ചിക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ എല്ലാവർക്കും കേട്ടോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും ലതികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ടാറ്റാ. എല്ലാവരും ഓടി വരണേ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാം. നമുക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി എടുക്കാം. അതിലേക്ക് ഞാൻ ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് കുറച്ചുകൂടി ഇടുന്നത്. അങ്ങനെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കടലപ്പൊടിയും. എന്നിട്ട് മഞ്ഞൾപ്പൊടി നമുക്ക് ചെറുതീയിൽ വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത് ചെറിയ ഇരുമ്പിൻ്റെ ചട്ടിയാണ്, അതിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് ചുമന്ന് വരുമ്പോഴേക്കും നമുക്ക് വാങ്ങി വെക്കണം. അത് വാങ്ങി വെച്ചിട്ട് അതിൻ്റെ ചൂടിൽ തന്നെ നമുക്ക് കടലപ്പൊടിയും കൂടെ തട്ടി കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ വാങ്ങി വെച്ചു. ഇനി നമുക്ക് ആ ചൂടിൽ തന്നെ കടലപ്പൊടി കൂടി തട്ടി ആ കടലപ്പൊടിയിൽ ചട്ടിയിലെ ചൂടും മഞ്ഞളിൻ്റെ ചൂടുമായിട്ട് കടലപ്പൊടി ഇതിൽ കൂടെ അങ്ങ് മിക്സ് ആവും. അപ്പം അതിനും ഒരു പ്രത്യേക കളർ വരും. എന്നിട്ട് നമുക്ക് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 സ്പൂൺ തേൻ ഒഴിച്ചു. പിന്നെ ഞാൻ ചേർക്കുന്നത് നമ്മളെ തൈരാണ്. ആവശ്യത്തിന് ഇത് കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ള നമ്മളെ സ്വന്തം തൈരാണ്. ഞാൻ വീട്ടിലുണ്ടാക്കുന്ന തൈരാണ്. അതിന് ശേഷം നമുക്ക് മുഖം നല്ലവണ്ണം കഴുകിയതിന് ശേഷം നമുക്ക് മുഖത്തൊക്കെ നല്ലവണ്ണം വാരി തേക്കാം. നമ്മളെ കറുത്ത പാടുകളുള്ള ഭാഗത്തൊക്കെ നല്ലവണ്ണം തേക്കുക. 100% റിസൾട്ടാണ്. നല്ല റിസൾട്ട് കിട്ടും. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇങ്ങനെ വറുത്തതിന് ശേഷം മൂപ്പിച്ച് ചുമപ്പിച്ചതിന് ശേഷം നമ്മൾ കുഴച്ച് മുഖത്തിടുമ്പോഴേക്ക് നമ്മുടെ മുഖം അഴലുകയോ കാന്തലോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല റിസൾട്ടാണ്, സൂപ്പർ റിസൾട്ടാണ്. ഞാനിത് പരീക്ഷിച്ച് എനിക്ക് നല്ല മാറ്റമുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആരും മെനക്കെടാൻ വയ്യ എന്ന് പറഞ്ഞ് നിൽക്കരുത്. ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി തനിയെ ഇടുന്നതിനേക്കാളും ഒന്ന് ചൂടാക്കി അതിൻ്റെ ഇഫക്റ്റ് എല്ലാം കളഞ്ഞതിന് ശേഷം നല്ലവണ്ണം ചുമക്കണം കേട്ടോ. ചുമപ്പിച്ച് മൂപ്പിച്ചെടുക്കണം. കരിക്കരുത്. ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം. എന്നിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു 10-20 മിനിറ്റ് കേട്ടോ. നമ്മളെ മുഖത്ത് ചിലർക്ക് പെട്ടെന്ന് ഉണങ്ങി പിടിക്കും. ഞാൻ 20 മിനിറ്റ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതിന് മുമ്പ് തന്നെ ഉണങ്ങി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മുഖത്തും കഴുത്തിലും 2 കൈകളിലും ഒക്കെ തേച്ച് കേട്ടോ. ഞാൻ ഇങ്ങനെ പാലൊക്കെ എടുക്കാൻ പോണത് കൊണ്ട് കയ്യിലൊക്കെ നല്ല ടാനാണ്, കറുത്ത ടാനാണ്. അതൊക്കെ ഇളവാൻ വേണ്ടി നല്ലതാണ്. അങ്ങനെ ഞാൻ കയ്യിലൊക്കെ തേച്ചു. കയ്യിൽ പെട്ടെന്ന് ഉണങ്ങി പിടിച്ചു കേട്ടോ. ഞാനൊരു 10-15 മിനിറ്റ് ആയപ്പോഴേക്കും ഞാൻ എല്ലാം കഴുകി കളഞ്ഞു. അങ്ങനെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും സൂപ്പർ റിസൾട്ടും മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾക്കും വെയിൽ മങ്ങലിനും എല്ലാം നല്ലതാണ്. ദേ നോക്കിക്കോ, ഞാൻ ഇളക്കുമ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല റിസൾട്ട് കിട്ടണുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതാ കഴുകി റെഡിയായിട്ടൊക്കെ വന്നു. ഇനി നിങ്ങൾ നോക്കിക്കോളൂ എൻ്റെ മുഖം എങ്ങനെ ഇരിക്കണമെന്ന്. ഇനി ഞാൻ കുറച്ച് സൺക്രീമാണ്, ഇത് രാവിലെയാണ് ഞാൻ ഇടുന്നത്. ഇത് നല്ല വെയിലാണ്, ഒരിടവും പോകണില്ല, വീട്ടിനകത്ത് തന്നെ ഇരിക്കാൻ പോവുകയാണ്. ആ പണിയെല്ലാം കഴിഞ്ഞ ശേഷമുള്ള ഒരു പരിപാടിയാണ്. ഞാൻ കുറച്ച് സൺക്രീമൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കയ്യിൽ ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ എടുത്ത് കയ്യിലൊക്കെ തേച്ച് പിടിപ്പിച്ചു. കയ്യിലൊന്നും സൺക്രീം ഇടാനുള്ള കപ്പാസിറ്റി ഒന്നും എനിക്കില്ല. അതുകൊണ്ട് ഞാൻ കയ്യിൽ കുറച്ച് മുഖത്തും പച്ച വെളിച്ചെണ്ണ ഇടുന്നത് നല്ലത് തന്നെയാണ്. ഞാൻ പിന്നെ ഇന്ന് സൺക്രീം ഇട്ടത് തന്നെ എൻ്റെ മുഖത്തൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഞാൻ കുറച്ച് ദിവസം ഒന്നും ഇടാതിരുന്നു. ഇപ്പം വീണ്ടും ഞാൻ ഇട്ട് തുടങ്ങി. അങ്ങനെ എനിക്ക് നല്ല റിസൾട്ടുണ്ട്. എല്ലാവർക്കും താങ്ക് യു. ഗുഡ് മോർണിംഗ്.